നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് രാജിവെച്ചു. സിപിഐഎമ്മിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിലാണ് രാജി. പഞ്ചായത്ത് അംഗത്വവും പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു. സിപിഐഎം വികസന വിരുദ്ധരെന്ന് ജിയോ ഫോക്സ്. പാർട്ടിയിൽ നിന്നും തികഞ്ഞ അവഗണനയാണ് ഉണ്ടായതെന്നും എളവള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്. പഞ്ചായത്തിന്റെ വികസനം ഇടതുമുന്നണിയുടെ നയപരമായ തീരുമാനത്തിന്റെ മികവാണെന്നും ആരുടെയും വ്യക്തിപരമായ മഹത്വവും നേട്ടവുമല്ലെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ. ചാവക്കാട് ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് പുന്നയൂർ കുളത്ത് തുടക്കമായി. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എംഎൽഎ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. മേള ബുധനാഴ്ച സമാപിക്കും. രാമരാജാവ് അക്കിക്കാവിന്റെ മണ്ണിൽ പൂരവിസ്മയം തീർക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വീണ്ടും റെക്കോർഡ് ഏക്കത്തുക. 13,56,000 രൂപയുടെ ഏക്കത്തിന് കൊങ്ങണൂർ ദേശം പൂരാഘോഷ കമ്മിറ്റിയാണ് അക്കിക്കാവ് പൂരത്തിലേക്ക് രാമനെ എത്തിക്കുന്നത്. പിതൃമോക്ഷ പുണ്യത്തിനായി തുലാമാസ വാവുബലി. ക്ഷേത്രങ്ങളിലും മറ്റ് തർപ്പണ കേന്ദ്രങ്ങളിലുമായി നടന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് രാജിവെച്ചു. സിപിഐഎമ്മിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിലാണ് രാജിവെക്കേണ്ടി വന്നത്. ചൊവ്വാഴ്ച രാവിലെ 11:15 സെക്രട്ടറി മുൻപാകെ ജിയോ ഫോക്സ് രാജി സമർപ്പിച്ചത്. ഗുരുവായൂർ ACP പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസും പരിസരവും കനത്ത പോലീസ് കാവലിലായിരുന്നു. ഇതിനിടെ രാവിലെ 11:10 ഔദ്യോഗിക വാഹനത്തിൽ ജിയോ ഫോക്സ് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത്. തുടർന്ന് ഓഫീസിൽ പ്രവേശിച്ച് പ്രസിഡന്റിന്റെ ഓഫീസിലെത്തി കസേരയിലിരുന്നു. സെക്രട്ടറിയെയും മറ്റ് ജീവനക്കാരെയും ഓഫീസിലേക്ക് വിളിച്ചുവരുത്തിയ ശേഷം പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു. പിന്നീട് സെക്രട്ടറിയുടെ ചേംബറിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെച്ചു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് പുറത്തേക്കിറങ്ങിയ ജിയോ ഫോക്സിനെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു. KPCC ജനറൽ സെക്രട്ടറി അനിൽ അക്കര, KPCC സെക്രട്ടറി CC ശ്രീകുമാർ, DCC സെക്രട്ടറിമാരായ PK രാജൻ, സിജു പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി എന്നിവരുടെ നേതൃത്വത്തിൽ ഷോൾ അണിയിച്ച് ജിയോ ഫോക്സിനെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു. പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും ആവേശപൂർവ്വം നേതാക്കളും പ്രവർത്തകരും ചേർന്ന ജിയോ ഫോക്സിനെ കോൺഗ്രസ് ഓഫീസിലേക്ക് ആനയിച്ചു. തുടർന്ന് സ്വീകരണ സമ്മേളനവും നടന്നു. സിപിഐഎമ്മിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് മടങ്ങുമെന്ന് ജിയോ ഫോക്സ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസ് പഞ്ചായത്ത് അംഗമായിരുന്ന ജിയോ ഫോക്സ് 21 വർഷം മുൻപാണ് സിപിഐഎമ്മിലെത്തിയത്. തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാവുകയും ചെയ്തു. പിന്നീട് ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അംഗമാവുകയും തുടർന്ന് 5 വർഷം പ്രസിഡന്റാവുകയും ചെയ്തു. കോൺഗ്രസിൽ ചേരുകയാണെന്ന പരസ്യ പ്രസ്താവന നടത്തിയതിന് പിന്നാലെ ജിയോ ഫോക്സിനെ സിപിഐഎം പ്രാഥമിക അംഗത്തിൽ നിന്നും ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പുറത്താക്കിയിരുന്നു. ഇതോടെയാണ് നീണ്ടനാളത്തെ പടലപ്പിണക്കങ്ങൾക്ക് വിരാമം വിട്ട് രാജിവെച്ച ശേഷം ജിയോ ഫോക്സ് മാതൃസംഘടനയിലേക്ക് മടങ്ങിയത്. സിപിഐഎം വികസന വിരുദ്ധരെന്ന് ജിയോ ഫോക്സ്. പാർട്ടിയിൽ നിന്നും തികഞ്ഞ അവഗണനയാണ് ഉണ്ടായതെന്നും രാജി സമർപ്പിച്ച ശേഷം പഞ്ചായത്ത് ഓഫീസിന് പുറത്ത് മാധ്യമങ്ങളെ കണ്ട ജിയോ ഫോക്സ് പറഞ്ഞു. 21 വർഷക്കാലമായി സിപിഎമ്മിന്റെ ഒരു പ്രവർത്തകനായി മുന്നോട്ടു പോവുകയായിരുന്നു. നിരവധിയായിട്ടുള്ള മേഖലകളിൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചതിന്റെ ഭാഗമായി അതെല്ലാം കൃത്യതയോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെയ്തു തീർക്കാനായിട്ടുള്ള ശ്രമമാണ് തന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. 61 വർഷക്കാലമായി സിപിഎം ഭരിക്കുന്ന എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒട്ടേറെ വ്യത്യസ്തമായതും നൂതനമായിട്ടുള്ള പദ്ധതികൾ ഭരണസമിതി കൊണ്ടുവന്നു. 200 കോടി രൂപയുടെ അടുത്ത് വരുന്ന സംഖ്യ ചെലവഴിച്ചുകൊണ്ട് വിവിധങ്ങളായ പദ്ധതികൾ കൈവരിക്കാൻ കഴിഞ്ഞു. ഒരു വലിയ ജനകീയ അടിത്തറ ഈ ഭരണസമിതിയുടെ ഭാഗമായി.
ജിയോ ഫോക്സ് പറഞ്ഞു. നിരവധിയായിട്ടുള്ള മേഖലകളിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചതിന്റെ ഭാഗമായി അതെല്ലാം കൃത്യതയോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് എൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. തീർച്ചയായും 61 വർഷക്കാലമായി CPM ഭരിക്കുന്ന ഈ എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ നൂതനമായതുമായിട്ടുള്ള പദ്ധതികൾ കഴിഞ്ഞ ഭരണസമിതിയാണ് 200 കോടി രൂപയോടെ അടുത്തു വരുന്ന സംഖ്യ ചെലവഴിച്ചുകൊണ്ട് വിവിധവും വ്യത്യസ്തവുമായ നൂതനവുമായ പദ്ധതികൾ നമ്മൾ കൈവരിക്കാനായത്. നേതൃത്വത്തിനു മുകളിൽ പോകാൻ ഒരു ജനകീയരെയും സമ്മതിക്കാത്ത CPMൽ അസ്വസ്ഥത രൂപപ്പെട്ടതിന്റെ ഭാഗമായി തനിക്ക് വലിയ അവഗണന നേരിടേണ്ടി വന്നു. ഇത്രയും വലിയ വികസനം നടത്തിയ പഞ്ചായത്തിന്റെ ഒരു വികസന മുന്നേറ്റ ജാഥയിൽ പോലും അവഗണിച്ചു. നേതൃത്വത്തിന്റെ മുകളിൽ പോകാൻ ഒരു ജനകീയനെയും സമ്മതിക്കാത്ത CPMൽ അസ്വസ്ഥത രൂപപ്പെടുന്നത്, അത്തരത്തിലുള്ള അസ്വസ്ഥതയുടെ ഭാഗമായിട്ടാണ് എനിക്ക് വലിയ അവഗണന നേരിട്ടത്. ഒരു വർഷക്കാലമായി എന്നെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ വികസനം നടത്തിയ ഈ എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വികസന മുന്നേറ്റ ജാഥയിൽ പോലും അവഗണിക്കുന്ന തരത്തിലേക്കുള്ള CPMന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. മാത്രമല്ല, ഇനി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വികസനം നടപ്പിലാക്കണമെങ്കിൽ CPMന് സാധ്യമല്ല എന്നു തിരിച്ചറിവും കൂടിയാണ് ഞാൻ എൻ്റെ മാതൃസംഘടനയിലേക്ക് പോകുന്നത്. ഇനി നാട്ടിലെ ജനങ്ങൾക്ക് വികസനം നടപ്പിലാക്കണമെങ്കിൽ CPMനെ കൊണ്ട് സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവാണ് മാതൃസംഘടനയിലേക്ക് പോകാൻ കാരണമെന്നും കോൺഗ്രസ് രക്തമുള്ള താൻ ഇവിടെ വന്നപ്പോഴാണ് ഒരു മാറ്റമുണ്ടായതെന്നും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ജിയോ ഫോക്സ് കൂട്ടിച്ചേർത്തു. ഒറ്റ കാര്യം എനിക്ക് തരാനുള്ള ഉറപ്പ്, ഈ നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തോടൊപ്പം നിന്നുകൊണ്ട് തുടർന്നുള്ള നാളുകളിൽ മുന്നോട്ട് പോകും എന്ന് മാത്രമായിട്ടുള്ള ഒരു ഗ്യാരണ്ടി. ഇവിടെ നാട്ടിൽ വികസനം വേണമെങ്കിൽ കോൺഗ്രസേ പറ്റൂ. മറ്റുള്ളവർ ഇത്ര കാലം ഭരിച്ചിട്ടും പറ്റിയിട്ടില്ല. ഒരു കോൺഗ്രസ് ബ്ലഡുള്ള ഞാനോട് വന്നപ്പോഴാണ് ഒരു മാറ്റം ഉണ്ടായിട്ടുള്ള കാര്യം മാറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ഈ നാട്ടിലെ വികസനമാണ്, നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കലാണ്. അതിന് കോൺഗ്രസ് വന്നേ പറ്റൂ. എവിടെയും ഇനി കോൺഗ്രസിന് സ്ഥാനമുള്ളൂ. എളവള്ളിയിലെ വികസനത്തിന് നേതൃത്വം നൽകിയത് ഇടതുമുന്നണിയുടെ ഭരണസമിതിയാണെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ. പഞ്ചായത്തിന്റെ വികസനം ഇടതുമുന്നണിയുടെ നയപരമായ തീരുമാനത്തിന്റെ മികവാണെന്നും ആരുടെയും വ്യക്തിപരമായ മഹത്വവും നേട്ടവുമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി എന്ന രീതിയിൽ ഒരാളെയും പുറത്താക്കാനോ ഒഴിവാക്കാനോ ശ്രമമുണ്ടായിട്ടില്ല. അധികാരദുരമൂത്ത നിലവിലെ പ്രസിഡന്റ് സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാണ് പുറത്തായതെന്നും ഹരിദാസൻ പറഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ യൂട്യൂബ് ചാനലിന് അഭിമുഖം കൊടുത്താണ് അയാൾ CPM വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകേണ്ട കാര്യം സൂചിപ്പിക്കുന്നത്. അത്തരം നടപടി ഈ പാർട്ടിക്കകത്തില്ല. ഒരു ലോക്കൽ കമ്മിറ്റി അംഗമെന്ന നിലയിൽ പാർട്ടി അച്ചടക്കം ലംഘിച്ചായിരുന്നു ആ അഭിമുഖം. തുടർന്നായിരുന്നു അനിവാര്യമായ അച്ചടക്ക നടപടിയുണ്ടായത്. TV ഹരിദാസൻ പറഞ്ഞു. നിലവിൽ പ്രസിഡന്റായിരുന്ന ആള് ഒരു സുപ്രഭാതത്തിൽ ഒരു യൂട്യൂബ് ചാനലിന് ഒരു അഭിമുഖം കൊടുക്കുക. അതിനാണ് അദ്ദേഹം CPM വിട്ട് മറ്റു പാർട്ടിയിലേക്ക് പോകേണ്ട കാര്യം സൂചിപ്പിച്ചത്. അത്തരം നടപടി ഈ പാർട്ടിക്കകത്തില്ല. ഒരു ലോക്കൽ കമ്മിറ്റി അംഗമെന്ന നിലയിൽ പാർട്ടി അച്ചടക്കം ലംഘിച്ചാണ് അത്തരത്തിലൊരു സമീപനം എടുത്തത്. ആ കാര്യം പാർട്ടി ലോക്കൽ കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്യുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും അതിന് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അംഗീകാരം കൊടുത്തു. പാർട്ടി ജില്ലാ കമ്മിറ്റി ആ സ്റ്റേറ്റ്മെന്റ് പരസ്യപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ഉണ്ടായ കാര്യം. വികസന പ്രവർത്തനങ്ങൾ വ്യക്തിപരമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIMും എടുക്കുന്ന നയപരമായ തീരുമാനത്തിന്റെ ബലമാണ് ജനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIMും അവർ എടുക്കുന്ന ഘടകമെടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് നയപരമായ കാര്യങ്ങളൊക്കെ തന്നെ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ഭരണസമിതി എന്ന നിലയിൽ ഏതൊരു ഭരണസമിതിയുടെയും ഉത്തരവാദിത്വം. അത് വ്യക്തിപരമായ ഒരു കഴിവായിട്ട് പാർട്ടി കാണുന്നില്ല. ചെയ്തിട്ടുണ്ടോന്നുള്ള അത് വരും, പക്ഷെ പാർട്ടി കാണുന്നില്ല. അത് പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് എളവള്ളിയിൽ നടന്നത്. എളവള്ളി പഞ്ചായത്ത് ആദ്യമായല്ല, കുറെ കാലങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. തുടർ തെരഞ്ഞെടുപ്പിലും ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും ഹരിദാസൻ കൂട്ടിച്ചേർത്തു. എളവള്ളി പഞ്ചായത്ത് ആദ്യമായിട്ടല്ല, കുറെ കാലങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ഇനിയും ഈ 25-ൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവും ആ കാര്യത്തിലില്ല. ശക്തമായ നിലപാട് ജനങ്ങളിടയിൽ, ഇതിനെതിരായുള്ള വലിയ വികാരം ജനങ്ങളിടയിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ പാർട്ടിയും ഇടതുപക്ഷവും ശക്തമായ രീതിയിൽ ഈ എളവള്ളിയിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്.
CPIM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ PA ഷൈൻ, BR സന്തോഷ് എന്നിവരും ഹരിദാസിനൊപ്പം ഉണ്ടായിരുന്നു. ചാവക്കാട് ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് പുന്നയൂർകുളത്ത് തുടക്കമായി. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ചാവക്കാട് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗ്രീഷ്മ സനോജ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമ സിദ്ധാർത്ഥൻ, AO VB സിന്ധു, സ്കൂൾ പ്രിൻസിപ്പൽ PS സന്തോഷ്, SMC ചെയർമാൻ PS അലി, PTA പ്രസിഡന്റ് V താജുദ്ദീൻ, അധ്യാപക കൂട്ടായ്മ കൺവീനർ പോളി ഫ്രാൻസിസ്, സ്കൂൾ പ്രധാനാധ്യാപകൻ PM ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുന്നയൂർകുളം രാമരാജ UP സ്കൂൾ എന്നിവിടങ്ങളിലായാണ് മേളകൾ നടക്കുന്നത്. 96 സ്കൂളുകളിൽ നിന്നായി 3350 വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രവൃത്തി പരിചയ IT ഗണിത ശാസ്ത്രമേളകൾ കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും, ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്രമേളകൾ പുന്നയൂർകുളം രാമരാജ UP സ്കൂളിലുമാണ് നടക്കുന്നത്. വർഗീയമായ ചേരിതിരിവ് വികസന പ്രവൃത്തികൾക്ക് തടസ്സമാകുമെന്ന് AC മൊയ്തീൻ MLA. ചുവന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. മതവിദ്വേഷവും ജാതിസ്പർദ്ധയുമില്ലാതെ കേരള ജനത ഒറ്റക്കെട്ടായി നിന്നാണ് പ്രളയങ്ങളെയും കോവിഡ് മഹാമാരിയെയും ചെറുത്തു തോൽപ്പിച്ചത്. മുസ്ലിം പള്ളികളിലും ക്രൈസ്തവ ദേവാലയങ്ങളിലും ക്ഷേത്രം ഊട്ടുപുരകളിലും ജാതി നോക്കാതെയാണ് എല്ലാവരും ഉണ്ടുറങ്ങി ഒരുമിച്ചു കഴിഞ്ഞിരുന്നത്. പ്രളയത്തിൽ നിന്നും മഹാമാരിയിൽ നിന്നും കരകയറിയതോടെ വീണ്ടും വർഗീയമായി ചിന്തിക്കാനും സംസാരിക്കാനും മത്സരിക്കുന്ന കാഴ്ചയാണുള്ളത്. ഇത്തരം നിലപാട് വികസനത്തെ പിറകോട്ടടിപ്പിക്കുമെന്നും മൊയ്തീൻ കൂട്ടിച്ചേർത്തു. നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുമ്പോൾ, നമ്മുടെ കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ, നമ്മുടെ വിശ്വാസവും ആചാരവും ഒക്കെ അത് നിലനിർത്തിക്കൊണ്ട്, ഏത് മതവിഭാഗങ്ങളാണ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് പൊതുവായ കാര്യങ്ങളിൽ വർഗീയമായി ചിന്തിക്കാതെ യോജിച്ച് നിൽക്കാൻ കഴിയില്ലേ? ആ യോജിച്ച് നിൽപ്പാണ് കേരളത്തിൽ ഈ വികസനങ്ങൾ ഉണ്ടാക്കിയത്. കോവിഡ് വന്നപ്പോ, 2 പ്രളയങ്ങൾ ഉണ്ടായപ്പോ, നിപ്പ ഉണ്ടായപ്പോ, രാജ്യത്ത് പ്രതിസന്ധികൾ വന്നപ്പോ അതിനെ ഒരുമിപ്പിച്ച് നിർത്തിയത് നമ്മളെ യോജിപ്പാണ്. ചെറുപ്പക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ കൂടി ചേർന്നുണ്ടാക്കിയ ഏത് പ്രളയം വരുമ്പോഴും താമസിപ്പിച്ച ഒരു സ്ഥലം അറിയാം, ഒരു മുസ്ലിം പള്ളിയുടെ ഒത്തുപള്ളിയിലാണ്. പുതുശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വികസന സദസ്സിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. വികസന സദസ്സ് റിസോഴ്സ് പേഴ്സൺ KA ഉല്ലാസ് കുമാർ ആമുഖ പ്രസംഗം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ്, ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം M പത്മിനി ടീച്ചർ, പഞ്ചായത്ത് സെക്രട്ടറി V വൃന്ദ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാന സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങളുടെ പ്രദർശനം, ഓപ്പൺ ഫോറം ചർച്ച എന്നിവയും വികസന സദസ്സിന്റെ ഭാഗമായി നടന്നു. രാമരാജാവ് അക്കിക്കാവിന്റെ മണ്ണിൽ പൂരവിസ്മയം തീർക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വീണ്ടും റെക്കോർഡ് ഏക്കത്തുക. 13,56,000 രൂപയുടെ ഏക്കത്തിന് കൊങ്ങണൂർ ദേശം പൂരാഘോഷ കമ്മിറ്റിയാണ് അക്കിക്കാവ് പൂരത്തിലേക്ക് രാമനെ എത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം ചാലിശ്ശേരി പൂരത്തിന് 13,33,333 രൂപയ്ക്ക് ചാലിശ്ശേരി പടിഞ്ഞാറേമുക്ക് പൂരാഘോഷ കമ്മിറ്റി രാമചന്ദ്രനെ ഏക്കത്തിനെടുത്ത് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. ഈ റെക്കോർഡാണ് ഇപ്പോൾ കൊങ്ങണൂർ ദേശം മറികടന്നത്. ഫെബ്രുവരി 7-നാണ് അക്കിക്കാവ് പൂരം. ഇതേ സമയത്ത് തന്നെ ചീരംകുളം പൂരം വരുന്നതിനാൽ ചെമ്മണ്ണൂർ ഗ്രാമം പൂരാഘോഷ കമ്മിറ്റിയാണ് കൊങ്ങണൂർ ദേശത്തിനൊപ്പം ലേലത്തിൽ മത്സരിച്ച് പങ്കെടുത്തത്. ചൊവ്വാഴ്ച രാവിലെ തെച്ചിക്കോട്ടുകാവ് ക്ഷേത്ര ഓഫീസിലായിരുന്നു ലേലം നടന്നത്. ഗുരുവായൂർ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ഗുരുവായൂർ സ്പോർട്സ് അക്കാദമിയുടെ സെക്രട്ടറി C സുമേഷിനെ ആദരിച്ചു. ഗുരുവായൂർ എമറാൾഡ് ഇന്നിൽ ACP C പ്രേമാനന്ദകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. വിശ്വനാഥൻ മുഖ്യാതിഥിയായി. ഡൊമിനി വാഴപ്പിള്ളി, KR സൂരജ്, ബദറുദ്ദീൻ, KP സുനിൽ, K അശ്വിൻ എന്നിവർ സംസാരിച്ചു. കുടുംബസംഗമവും ഉണ്ടായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സാംസ്കാരികോത്സവം ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. എഴുത്തുകാരി സ്മിത കോടനാട് മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായി.
വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചവരെയും 1995-2020 വരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായിരുന്ന വനിതകളെയും ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്ത് വനിതാ ജനപ്രതിനിധികൾ, 8 പഞ്ചായത്തിൽ നിന്നുള്ള വിവിധ മേഖലയിലെ വനിതകൾ തുടങ്ങിയവർ വനിതാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി. എല്ലാ പഞ്ചായത്തിൽ നിന്നും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. തൻ്റെ ആത്മകഥയിൽ തുടക്കത്തിൽ എഴുതിയൊരു കാര്യമാണ്, ഞാൻ ഈ അരി കഴുകുമ്പോഴും കൂട്ടാൻ ഇളക്കുമ്പോഴും കഷ്ണം നുറുക്കുമ്പോഴും എനിക്ക് എഴുതണം എന്നൊരു ചിന്ത വരികയായിരുന്നു. പക്ഷേ എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് സമയമില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അടുക്കളയുടെ ഉള്ളില് ഈ ഉപ്പും മറ്റേ ചായപ്പൊടിയും ഒക്കെ വയ്ക്കുന്ന പാത്രങ്ങളുടെ ഇടയിൽ ഒരു കടലാസും ഒരു പെൻസിലും വച്ചു, തോന്നുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുക്കളയിൽ പാകം ചെയ്തിട്ടും തൊട്ടിലാട്ടിയിട്ടും അങ്ങനെ ആ സമയത്തൊക്കെ എഴുതിയ നോവലാണ് അഗ്നിസാക്ഷി. നമുക്കിപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ അടങ്ങുന്ന പുരുഷന്മാർക്ക് അത് വലിയ ഉദാത്തമാണ് എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കാം. പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് കുടുംബം നോക്കിയിട്ടാണ് അവര് ഇതൊക്കെ എഴുതിയത്. ഞമ്മനേങ്ങാട് ഇടിമിന്നലിൽ വീടിന് നാശം, ഫാൻ പൊട്ടിത്തെറിച്ചു. വീടിന്റെ തറയുടെ ഒരു ഭാഗം അടർന്നുപോയി. ചുള്ളിപ്പറമ്പിൽ ഉന്നയിൽ താമസിക്കുന്ന കൊഴക്കി ജയന്റെ വീടിന്റെ തറയുടെ ഒരു ഭാഗം അടർന്നു പോവുകയും വീട്ടിലെ ഫാൻ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. കാലങ്ങളായി തകർന്നു കിടക്കുന്ന തലക്കോട്ടുകര കൈപ്രമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തലക്കോട്ടുകര വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് KL പോൾസൺ അധ്യക്ഷനായി. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് P മാധവൻ, ചിറനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TO സെബി, ബൂത്ത് പ്രസിഡന്റ് KV വില്യംസ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം വാർഡ് നേതാക്കളായ അനിൽ കുയിലത്ത്, ജോസഫ് കുറ്റിക്കാട്, ബൈജു KJ, പവൽ ജോർജ്, ജോഷുവ, ഹരിദാസൻ, സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 6 വർഷമായി ഈ പ്രദേശം ഇതുപോലെ കിടക്കുന്നു. 2010-15 കാലഘട്ടങ്ങളിൽ ഞാനും നിങ്ങളുടെ ജനപ്രതിനിധിയായി ഈ പ്രദേശം തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഈ പ്രദേശം തെരഞ്ഞെടുക്കപ്പെട്ട് ഈ റോഡ് മോശമായി വന്നപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഭരണം കൈമാറി. ആവേശം തീർത്ത് കുന്നംകുളത്ത് കളരിപ്പയറ്റ് മത്സരങ്ങൾ. സംസ്ഥാന കായികമേളയിലേക്ക് മത്സരിക്കാനുള്ള തൃശൂർ ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു കുന്നംകുളത്ത് ഈ ഇനത്തിൽ മത്സരം നടത്തിയത്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളിൽ 150ഓളം വിദ്യാർത്ഥികളാണ് മാറ്റുരച്ചത്. ചുവടുകൾ, മെയ്പ്പയറ്റ്, നെടുവടിപ്പയറ്റ് എന്നീ ഇനങ്ങളിലായി അണ്ടർ 17 ജൂനിയർ, അണ്ടർ 19 സീനിയർ, ആൺപെൺ വിഭാഗങ്ങളിലായിട്ടാണ് വിദ്യാർത്ഥികൾ കളത്തിലിറങ്ങിയത്. മേളയിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഉത്തരവിറങ്ങാൻ വൈകിയത് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിരുന്നു. ജില്ലാ കായികമേളയിലെ അത്ലറ്റിക്സ് ഗെയിംസ് ഇനങ്ങൾ പൂർത്തിയായതിനാൽ കളരിപ്പയറ്റിനത്തിൽ ഉപജില്ലാ മത്സരങ്ങൾ നടത്താതെ നേരിട്ടാണ് ജില്ലാതല മത്സരങ്ങൾ നടത്തിയത്. വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായി കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ജില്ലാ ഘടകമാണ് കുന്നംകുളത്തു നടന്ന മത്സരങ്ങൾ നിയന്ത്രിച്ചത്. ജില്ലയിൽ നിന്നും 1ാം സ്ഥാനം ലഭിച്ചവർക്കു മാത്രമാണ് സംസ്ഥാന തലത്തിൽ അവസരമുണ്ടാകുക. സംസ്ഥാന കായികമേളയിൽ കളരിപ്പയറ്റ് ഇനങ്ങൾ ഒക്ടോബർ 22-ന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. കോതച്ചിറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വാദികലാ സംഘത്തിൽ ചെണ്ടവാദനത്തിൽ പരിശീലനം പൂർത്തീകരിച്ച 11 വിദ്യാർത്ഥികൾ അരങ്ങേറ്റം നടത്തി. ക്ഷേത്രനടയിൽ നടന്ന അരങ്ങേറ്റ ചടങ്ങ് പ്രശസ്ത മദ്ദള വിദ്വാൻ കലാമണ്ഡലം കുട്ടിനാരായണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഊരാളൻ നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കലാമണ്ഡലം കുട്ടിനാരായണൻ, ചെണ്ടവാദന പരിശീലകരായ ആലങ്കോട് മണികണ്ഠൻ, കോതച്ചിറ പ്രദീപ് എന്നിവരെ ആദരിച്ചു. CM വേണുഗോപാൽ, ജനാർദ്ദന വാര്യർ, V സന്തോഷ്, PP മണികണ്ഠൻ, സൂര്യ ഓടത്ത്, ഗോപികാരാജ്, വാർഡ് മെമ്പർ പ്രിയ സുരേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പരിശീലനം പൂർത്തീകരിച്ച 2 പെൺകുട്ടികളടക്കം 11 പേർ പഞ്ചാരി മേളത്തിൽ അരങ്ങേറ്റം കുറിച്ചു.
കടങ്ങോട് പഞ്ചായത്ത് വികസന സദസ്സ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സെക്രട്ടറി K മായാദേവി, റിസോഴ്സ് പേഴ്സൺ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ വിഷയാവതരണം നടത്തി. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി, മെമ്പർ KK മണി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TP ലോറൻസ്, ബീന രമേശ്, മെമ്പർമാരായ TC ഫ്രാൻസിസ്, KR സിമി, രമ്യ ഷാജി, മൈമുന ഷബീർ, PA മുഹമ്മദ് കുട്ടി, CV സുഭാഷ്, MK ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വികസന കാര്യത്തിൽ ബഹിഷ്കരിക്കലല്ല, ഒരുമിച്ച് നിൽക്കലാണ്. ഞങ്ങളൊക്കെ ഏത് കാലത്തും കൂട്ടിയോജിപ്പിക്കാനും ഒരുമിച്ച് പോകാനും വേണ്ടിയാണ് പരിശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ UDF നേതൃത്വം അത് പുനരാലോചിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന ഞാനിതിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുകയാണ്. 5 വർഷക്കാലം സമസ്ത മേഖലയിലും നിങ്ങൾ ഈ പഞ്ചായത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചെയ്ത കാര്യങ്ങളുടെ ഒരു പ്രകാശനം, ഒരു പ്രിന്റഡ് മാറ്റർ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകം, അതെല്ലാ വീട്ടിലേക്കും തരാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നവീകരിച്ച കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ കൂദാശ ഒക്ടോബർ 25-നും പരുമല തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷം നവംബർ 1-2 തീയതികളിലും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത നവീകരിച്ച ദേവാലയത്തിന്റെ കൂദാശ ശനിയാഴ്ച വൈകിട്ട് 6:30 നിർവഹിക്കും. തുടർന്ന് ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, നവാഭിഷിക്തരായ വൈദികരായ ഫാദർ ഗീവർഗീസ് മാത്യു, ഫാദർ യാക്കോബ് പ്രിൻസ് എന്നിവരെ ആദരിക്കും. നവംബർ 1-2 തീയതികളിലായി പരുമല തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് UK യൂറോപ്പ് ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സ്തഫാനോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. പള്ളിയിലെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി 523 പേർക്ക് അരി, പലവ്യഞ്ജന സാധനങ്ങൾ എന്നിവയടങ്ങിയ കിറ്റ് വിതരണം ചെയ്യും. പരുമല തിരുമേനി വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. പെരുന്നാളിന്റെ ഭാഗമായി വിപുലമായ ഡെക്കറേഷൻ, വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന, ആയിരങ്ങൾക്ക് അന്നദാനവും ഉണ്ടാകും. 15 ആഘോഷ കമ്മിറ്റികൾ പെരുന്നാളിൽ പങ്കെടുക്കുമെന്ന് വികാരി ഫാദർ മാത്യൂസ് K ബർസൗമ, കൈക്കാരൻ TI ഉല്ലാസ്, സെക്രട്ടറി CK ബാബു, VI സ്റ്റീഫൻ തുടങ്ങിയവർ പറഞ്ഞു. സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വിശുദ്ധ തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാൾ ഭക്തി ആദരവുകളോടെ ആചരിക്കുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് ഏതാണ്ട് 57 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ ദേവാലയത്തിൻ്റെ ചില അറ്റകുറ്റപ്പണികൾ, 30 ലക്ഷം രൂപ വരുന്ന അറ്റകുറ്റപ്പണികൾ നടത്തി അതിൻ്റെ ഉദാശകർമ്മം മദ്രാസിലെ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ദിവസമുണ്ട്. ഈ ഒക്ടോബർ മാസം 25-ാം തീയതി വൈകിട്ട് ശനിയാഴ്ച. പുനേർകുളം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന്റെ പ്രവർത്തനം നാട്ടുകാർക്കുള്ള വഴി തടസ്സപ്പെടുത്തുന്നതായി പരാതി. പഞ്ചായത്തിലെ അണ്ടത്തോട് സ്ഥിതി ചെയ്യുന്ന മാമു മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിന്റെ സമീപമുള്ള 7ഓളം കുടുംബങ്ങളാണ് പഞ്ചായത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഓഡിറ്റോറിയത്തിന്റെ പിറകിൽ വരുന്ന അടുക്കളയിലേക്ക് ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. 7 കുടുംബങ്ങളുടെ വീട്ടിലേക്കുള്ള സ്വകാര്യ വഴി തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇതെന്നാണ് പരാതി. ഓഡിറ്റോറിയത്തിൽ പരിപാടിയുള്ളപ്പോൾ അടുക്കളയിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ വാഹനം വഴിയിൽ നിർത്തി ലോഡ് ഇറക്കുന്നത് മൂലം ഈ സമയം ആളുകൾക്ക് ഇതുവഴി കടന്നുപോകാൻ സാധിക്കുന്നില്ലെന്നും പറയുന്നു. പലപ്പോഴും ലോഡ് ഇറക്കുന്ന വാഹനത്തിലെ ഡ്രൈവർമാർ വാഹനം നിർത്തിയിട്ട് പുറത്തു പോകുന്നതും ഇവരെ ഏറെ ദുരിതത്തിലാക്കുന്നതായും നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടായില്ലെന്നും ഇവർ പറഞ്ഞു. ഇതുമൂലം ഗേറ്റിനു മുന്നിൽ വഴിക്കരികിൽ ബോർഡ് സ്ഥാപിച്ച് അറിയിപ്പ് നൽകിയിരിക്കുകയാണ് കുടുംബങ്ങൾ. ഇത് അന്ന് തന്നെ ഞങ്ങളിതിനെ പരാതി കൊടുത്തതും 2-3 പ്രാവശ്യം ഞങ്ങൾ പരാതി കൊടുത്ത് ഇതുവരെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഗേറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മെസ്സേജ് കൊടുക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ 7 വീടുകളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളായിട്ടുള്ള 7 വീട്ടുകളിലുള്ള പ്രൈവറ്റ് വഴിയാണ്. അപ്പോൾ ഇത് പഞ്ചായത്ത് ഈ ഓഡിറ്റോറിയത്തിന്റെ പണി തുടങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഗേറ്റ് വെക്കുന്നത് നമുക്ക് ശരിക്ക് ബാധിക്കുന്നുള്ളത്.
കാരണം ഇവിടുത്തെ കിച്ചണിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന വണ്ടി ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് വല്ല ആവശ്യങ്ങൾക്കും പുറത്ത് പോകേണ്ടി അല്ലെങ്കിൽ പുറത്ത് നിങ്ങൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവരെ കെഞ്ചിരിച്ച സമയത്ത് വണ്ടി അവിടെ ആളുണ്ടാവില്ല. അപ്പൊ അവർ വിളിക്കേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് പോണത്. വല്ല എമർജൻസി ഘട്ടങ്ങളൊക്കെ നമുക്ക് ശരിക്കും സാരമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണത്. അപ്പൊ ഇവിടെ വണ്ടി വന്നിട്ട് സാധനങ്ങൾ ഇറക്കിയിട്ട് പോകുന്ന ആ ഒരു പ്രവണതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഇവരെ വണ്ടി ഇവിടെ സ്ഥിരമായിട്ട് പാർക്ക് ചെയ്തിട്ടുള്ള പരിപാടി ഉണ്ട്. അത് നമുക്ക് ശരിക്കും ബുദ്ധിമുട്ടാണ്. ചാവക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ മിൽക്ക് കളക്ഷൻ യൂണിറ്റ് സ്ഥാപിച്ചു. MLAയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വിനിയോഗിച്ച് സ്ഥാപിച്ച ഓട്ടോമാറ്റിക് മിൽക്ക് കളക്ഷൻ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ട്രീസ തോമസ്, കൌൺസിലർമാരായ ഗിരിജ പ്രസാദ്, രമ്യ ബിനീഷ്, ചാവക്കാട് ക്ഷീരവികസന ഓഫീസർ VS വിധു, ക്ഷീരസംഘം പ്രസിഡന്റുമാരായ ഇന്ദിര രവീന്ദ്രൻ, AT ഉസ്മാൻ, KV അജീഷ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ആത്മയുടെ ആഭിമുഖ്യത്തിൽ ക്ഷീരമേഖലയ്ക്ക് ആവശ്യമായ യന്ത്രോപകരണങ്ങളുടെ പ്രദർശനവും വിശദീകരണവും ഹരിത അഗ്രിടെക് MD BT നമ്പൂതിരി നിർവഹിച്ചു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം, ജീവിതശൈലീ രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ, ജന്തുജന്യ രോഗങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസിന് ചൂണ്ടൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ NM ജോസഫ് നേതൃത്വം നൽകി. യോഗത്തിൽ പ്രധാനാധ്യാപിക PB സജിത അധ്യക്ഷയായി. അധ്യാപകർ, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. തുലാമാസത്തിലെ വാവുബലിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ വാവുബലി ദർപ്പണ ചടങ്ങുകൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന തുലാമാസ വാവുബലി ദർപ്പണത്തിന് ക്ഷേത്രം മേൽശാന്തി അനിൽകുമാർ മേൽപ്പറമ്പത്ത് കാർമ്മികത്വം വഹിച്ചു. ദർപ്പണശേഷം പിതൃമോക്ഷത്തിനായുള്ള സായുജ പൂജ, തിലഹവനം, താമരമാല തുടങ്ങിയ പ്രത്യേക വഴിപാടുകളും ഉണ്ടായിരുന്നു. തർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രഭരണസമിതി ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ, വട്ടമാവ് വനിതാ താല കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം വഹിച്ചു. തൂവാനൂർ ശ്രീ പാലത്തും ഭഗവതി ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മണിക്ക് KK ചിത്രൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു. ക്ഷേത്ര മേൽശാന്തി വിപിൻ ദാസ് ക്ഷേത്ര പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ, രക്ഷാധികാരി ബാബുരാജ് കേച്ചേരി, സെക്രട്ടറി CG നിഖിൽ, ഓഫീസ് ചുമതലക്കാരനായ ഉണ്ണി പുതുശ്ശേരി, മാതൃസമിതി ഭാരവാഹികളായ രാധ, അശ്വതി, ക്ഷേത്രം കഴകം സുധാബാബു എന്നിവർ നേതൃത്വം നൽകി. കോട്ടപ്പുറം ശ്രീ മണ്ണത്രിക്കോവ് ശിവക്ഷേത്രത്തിൽ ക്ഷേത്രം ഊരാളൻ KN നടരാജന്റെ കാർമ്മികത്വത്തിൽ പിതൃപുണ്യം തേടി നൂറുകണക്കിന് ഭക്തർ ബലിതർപ്പണം നടത്തി. ഭക്തർക്ക് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഘുഭക്ഷണവും വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KR ഹരിദാസ് മാസ്റ്റർ, സെക്രട്ടറി KA വിജീഷ്, ട്രഷറർ PB സ്മിനീഷ്, രക്ഷാധികാരികളായ KR ശ്രീനിവാസൻ, V ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രത്തിൽ തുലാമാസ അമാവാസി മഹോത്സവം ആഘോഷിച്ചു. ഉത്സവദിനത്തിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. രാവിലെ 8:30 ക്ഷേത്ര കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് അവിയൂർ ചക്കനാത്ത് ഘളൂരിക ദേവീക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടായി. ഉച്ചതിരിഞ്ഞ് 3 എഴുന്നള്ളിപ്പ് പഞ്ചവടി സെന്ററിൽ നിന്ന് ആരംഭിച്ചു. ഗജരാജൻ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തിടംപേറ്റി. എഴുന്നള്ളിപ്പിന്റെ ഭാഗമായി മണത്തല ജനാർദ്ദനൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ വാദ്യമേളവുമുണ്ടായി. ഉച്ചതിരിഞ്ഞ് 3 വടക്കുഭാഗം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് 4 കല്ല് വാക്കയിൽ ശ്രീഭദ്ര കുടുംബക്ഷേത്രത്തിൽ നിന്നും, തെക്കുഭാഗം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് മുട്ടിൽ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. ക്ഷേത്ര കമ്മിറ്റിയുടെയും തെക്ക് വടക്ക് ഉത്സവാഘോഷ കമ്മിറ്റികളുടെയും എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് 6:30 ക്ഷേത്രത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തി. രാത്രി 8 തിരുവനന്തപുരം സംഘകേളി അവതരിപ്പിക്കുന്ന ജനപ്രിയ നാടകം ലക്ഷ്മണരേഖ അരങ്ങേറി. മഹോത്സവത്തിന്റെ ഭാഗമായി വർണ്ണോജ്വലമായ നിലപ്പന്തലുകളും തലയെടുപ്പുള്ള ഗജവീരന്മാരും വാദ്യനാദവിസ്മയവും നാടൻ കലാരൂപങ്ങളും അണിനിരന്നു. ഭാരവാഹികളായ ദിലീപ് കുമാർ പാലപ്പെട്ടി, വിനയദാസ് താമരശ്ശേരി, വിക്രമൻ താമരശ്ശേരി, വിശ്വനാഥൻ വാക്കയിൽ, വാസു തറയിൽ എന്നിവർ നേതൃത്വം നൽകി. തൊഴിയൂർ ചേറ്റട്ടി അയ്യപ്പക്ഷേത്രത്തിൽ ഗണപതി ഹോമം, തിലഹോമം, സായുജ്യപൂജ, വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ക്ഷേത്രമേൽശാന്തി താഴത്തുപുരിക്കൽ ഷാജി, അനൂപ് ശർമ്മ എന്നിവർ മുഖ്യകാർമ്മികരായി. ക്ഷേത്രം ഭാരവാഹികളായ KV നിർമ്മലൻ, PK ബിനു, TP ഭരതൻ, TG രതീഷ്, ഷിജോയ് താഴ്ശ്ശേരി, PA പ്രകാശൻ, മിഥുൻരാജ്, സുഭാഷ് ഇടവന, രജീഷ് തൊഴിയൂർ എന്നിവർ നേതൃത്വം നൽകി. ചെറുവത്താനി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തുലാമാസ വാവുബലിയുടെ ഭാഗമായുള്ള ബലിതർപ്പണം ചൊവ്വാഴ്ച പുലർച്ചെ 3 ആരംഭിച്ചു. മൺമറഞ്ഞുപോയ തങ്ങളുടെ ഉറ്റവർക്കുള്ള സമർപ്പണമായ ബലിതർപ്പണം നടത്താൻ ധാരാളം പേരെത്തി. തിലഹോമവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ശാന്തിമാരായ PA അനീഷ്, K പുരുഷോത്തമൻ, സന്ദീപ് സന്തോഷ് എന്നിവർ കാർമ്മികരായി. കുന്നംകുളം സേവാഭാരതി പ്രവർത്തകരുടെ ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AG പ്രസാദ്, സെക്രട്ടറി MA സുബ്രഹ്മണ്യൻ,
ട്രഷറർ CV മോഹൻദാസ്, ചന്ദ്രൻ പള്ളത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴനി ചെറുതുരുത്തി തുപ്പേശ്വര ക്ഷേത്രത്തിൽ തുലാമാസ വാവുബലി ദർപ്പണത്തിനായി നിരവധി പേരാണ് എത്തിയത്. പുലർച്ചെ 3 മണി മുതൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ദർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. പിതൃമോക്ഷത്തിനായുള്ള പ്രത്യേക വഴിപാടുകളും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. ഗുരുപ്രഭാശ്രമം സെക്രട്ടറി അമയാനന്ദ സ്വാമികളും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും നേതൃത്വം നൽകി. വാവുബലി ദർപ്പണ കർമ്മത്തിനായി പെരുന്തട്ട ശിവക്ഷേത്ര പരിസരത്ത് വൻ ഭക്തജനമാണ് അനുഭവപ്പെട്ടത്. തർപ്പണ പ്രധാന ദിനത്തിൽ ക്ഷേത്രക്കുള പരിസരത്ത് പ്രത്യേകം ഒരുക്കിയ വിപുലമായ തർപ്പണ പന്തലിൽ പുലർച്ചെ 4:30 ആരംഭിച്ച് കാലത്ത് 9 മണിവരെ നീണ്ടുനിന്ന വാവുബലി ദർപ്പണത്തിൽ 100 കണക്കിന് പേരാണ് പിതൃമോക്ഷ പ്രാപ്തിക്കായി പങ്കാളികളായത്. ആചാര്യ രാമകൃഷ്ണൻ ഇളയത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തർപ്പണ ചടങ്ങുകൾ നടന്നത്. അനുബന്ധ വഴിപാടുകൾ ഷീട്ടാക്കുവാനും ക്ഷേത്രത്തിൽ സൗകര്യവും ഒരുക്കിയിരുന്നു. വിജയകുമാർ അകമ്പടി, ഹരി വടക്കൂട്ട്, അരവിന്ദാക്ഷ മേനോൻ കോങ്ങാട്ടിൽ, ഹരി കൂടത്തിങ്കൽ, കെ വിശ്വനാഥൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം ഒക്ടോബർ 22 മുതൽ 25 വരെ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂളിൽ എന്നിവിടങ്ങളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു. കലോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കലും പാലുകാച്ചലും നടന്നു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫുഡ് കമ്മിറ്റി ചെയർമാൻ VK സേതുമാധവൻ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ, LP സ്കൂൾ പ്രധാനാധ്യാപിക ഉഷ, അക്കാദമിക് കൌൺസിൽ ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു, PTA പ്രസിഡന്റ് VG സുനിൽ, സംഘാടക സമിതി കൺവീനർ KB പ്രീത തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പന്നിത്തടം യൂണിറ്റ് വാർഷിക പൊതുയോഗവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. ജില്ലാ സെക്രട്ടറി VR സുകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് രക്ഷാധികാരി ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. സംസ്ഥാന ഭാരവാഹി പ്രേംരാജ് ചൂണ്ടലാത്ത്, അഷ്റഫ് ടിക്ടാക്, കബീർ പെരുമ്പിലാവ്, സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. മുൻ കമ്മിറ്റി അംഗങ്ങളെ ആദരിച്ചു. അസോസിയേഷൻ അംഗങ്ങൾക്ക് വേണ്ട പിന്തുണയും ഹോട്ടലുകളിലെത്തുന്ന ജനങ്ങൾക്ക് നൽകുന്ന ഭക്ഷണത്തിന് വേണ്ട സുരക്ഷിതത്വവും നൽകുമെന്നും യോഗം ഉറപ്പു നൽകി. രക്ഷാധികാരിയായി ഷറഫു പന്നിത്തടം, പ്രസിഡന്റ് ഷമീർ ബിസ്മില്ല, വൈസ് പ്രസിഡന്റ് അബു താഹിർ, സെക്രട്ടറി ഷക്കീർ K ഹൈദ്രോസിനെയും ട്രഷററായി അഷ്റഫ് അലി, ജോയിന്റ് സെക്രട്ടറി സുഗുണൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. ചാവക്കാട് ബൈപ്പാസ് മുതൽ വില്യംസ് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ജനകീയ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. ജനകീയ ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് PK ഫസലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PP അബൂബക്കർ, ട്രഷറർ PM യഹിയ, ഫൈസൽ ഉസ്മാൻ, ഹക്കീം ഇംബാറക് എന്നിവർ സംസാരിച്ചു. AP ഷാജഹാൻ, ഉസ്മാൻ മരക്കാട്ടിൽ, ഷാജി വൈറ്റുവ, HS നജീബ്, ഗഫൂർ മരക്കാട്ടിൽ, ജലീൽ അമ്പലത്ത്, VA മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തക വിതരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ വൃന്ദ, പ്രധാനാധ്യാപിക ബിന്ദു മോഹനൻ, തസ്നി, PTA, SMC അംഗങ്ങൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലയുടെ 41ാം സമ്മേളനം നടന്നു. കുന്നംകുളം ടൗൺ ഹാൾ അങ്കണത്തിൽ രാവിലെ 9-ന് മേഖലാ പ്രസിഡന്റ് PY റാഫി പതാക ഉയർത്തിയതോടെയാണ് AKPA കുന്നംകുളം മേഖലാ സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് നഗരത്തിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. റാലി സമാപിച്ച ശേഷം ടൗൺ ഹാളിൽ ചേർന്ന പൊതുസമ്മേളനം AKPA ജില്ലാ പ്രസിഡന്റ് അനിൽ തൂമ്പയിൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PY റാഫി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി CG ടൈറ്റസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ലിജോ P ജോസഫ്, ജില്ലാ ട്രഷറർ സുനിൽ ബ്ലാക്ക്സ്റ്റോൺ, മേഖലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം പഴവൂർ, മേഖലാ സെക്രട്ടറി NM നൌഷാദ്, മേഖലാ ട്രഷറർ ജോജിൻ രാജ്, മേഖലാ ജോയിന്റ് സെക്രട്ടറി VR ഋഷി, UB പ്രബലൻ, രമേശ് കാളിയത്ത്, ഷാജി ലെൻസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ കമ്മിറ്റി അംഗം ജംഷീദ് വീനസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് 2025-26 വർഷത്തെ പുതിയ കമ്മിറ്റി തിരഞ്ഞെടുത്തു. പുതിയ ഭാരവാഹികളായി മേഖലാ പ്രസിഡന്റ് ഇബ്രാഹിം പഴവൂർ, വൈസ് പ്രസിഡന്റ് മിൻഹാസ്, സെക്രട്ടറി NM നൌഷാദ്, ജോയിന്റ് സെക്രട്ടറി ജോമോൻ, ട്രഷറർ ജോജിൻ രാജ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി സലീം കല്ലൂർ, UB പ്രബലൻ, സുനിൽ വയലത്തൂർ എന്നിവരെ തെരഞ്ഞെടുത്തു. CPIM നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതികൾക്കും ദുർഭരണത്തിനുമെതിരെ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പദയാത്ര തുടരുന്നു.
രണ്ടാം ദിവസത്തെ സമാപന സമ്മേളനം കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. MM നിഷാദ് അധ്യക്ഷനായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, ചന്ദ്രപ്രകാശ് ഇടമന, MK ജോസ്, K ഗോവിന്ദൻകുട്ടി, NK കബീർ, MM സെലിം, രഘു കരിയന്നൂർ, KR രാധിക, മേഗി അലോഷ്യസ്, റീന വർഗീസ്, സുന്ദരൻ ചിറ്റണ്ട, സതി മണികണ്ഠൻ, അനിത വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. നാഷണൽ കോൺഗ്രസ് ഇരുമ്പപ്പെട്ട് പഞ്ചായത്ത് UDF ഭരിക്കുമ്പോൾ നടത്തിയ അന്ന് തുടങ്ങി വെച്ചതും അവസാനിച്ചതുമായ വികസന പ്രവർത്തനങ്ങളല്ലാതെ കഴിഞ്ഞ 5 വർഷങ്ങൾ പാർട്ടി, അതായത് CPM മാത്രം വികസിച്ച, ഇവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയും ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും മാത്രം വികസിച്ച, CPM പാർട്ടി മാത്രം വികസിച്ച 5 വർഷങ്ങളാണ് കടന്നുപോയത്. ഈ ഭരണം CPM-നെ ഏൽപ്പിച്ചു കൊടുത്ത ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടങ്ങൾ സമ്മാനിക്കുന്നതിൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വലിയ പരാജയമാണെന്ന് ഞങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല, ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും സംസാരിക്കുന്നുണ്ട് എന്നത്. ചാവക്കാട് ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഇലക്ട്രിക്കൽ വയറിംഗ് ഹൈസ്കൂൾ വിഭാഗത്തിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കി എൽഗ റോസ്. ഗുരുവായൂർ LF കോൺവെന്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ എൽഗ കഴിഞ്ഞ വർഷവും ഉപജില്ലാ ജില്ലാ തലത്തിൽ വയറിംഗിൽ 1ാമതെത്തിയിരുന്നു. അഞ്ഞൂർ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ VL ജോയുടെയും ജിജിയുടെയും മകളാണ്. കുന്നംകുളം NRI ഫോറത്തിന്റെ നേതൃത്വത്തിൽ കുന്നോളം പൊന്നോണം എന്ന പേരിൽ അജ്മാനിൽ ഓണാഘോഷം നടത്തി. പ്രസിഡന്റ് ഷംസുദ്ദീന്റെ അധ്യക്ഷതയിൽ സിനിമാ നടി നീന കുറുപ്പ് മുഖ്യാതിഥിയായി. സെക്രട്ടറി ഹാരിസ് ബാപ്പു സ്വാഗതം പറഞ്ഞു. NRI ഫോറത്തിന്റെ തീം സോങ് ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു. നൃത്തങ്ങൾ, ഫാഷൻ ഷോ, ഫ്യൂഷൻ മ്യൂസിക്, DJ തുടങ്ങി വർണ്ണാഭമായ കലാപരിപാടികളും അരങ്ങേറി. സർവീസ് മേഖലയിൽ നടപ്പിലുള്ള മെഡിസിപ്പ് പദ്ധതി കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ കുന്നംകുളം മണ്ഡലം സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റെജി ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. കൌൺസിൽ ജില്ലാ സെക്രട്ടറി KC തമ്പി, PK രവീന്ദ്രൻ, PV ജോൺസൺ മാഷ്, KG പ്രസന്നൻ, PK സുരേഷ് കുമാർ, MR രമേശൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി റെജി ചെറുവത്തൂർ പ്രസിഡന്റ്, PV ജോൺസൺ സെക്രട്ടറി, MR സതീശൻ ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ചൊവ്വന്നൂർ ബ്ലോക്ക് വാർഷിക സമ്മേളനം കുന്നംകുളം BJP ഓഫീസിൽ ബ്ലോക്ക് പ്രസിഡന്റ് ദേവദാസ് വർമ്മ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി PS സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ലക്ഷ്മിക്കുട്ടി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി രവീന്ദ്രദാസ് സ്വാഗതവും ലസിത ടീച്ചർ നന്ദിയും പറഞ്ഞു. ജില്ലാ കൌൺസിലിലേക്ക് ലസിത ടീച്ചർ, നാരായണൻ ജി, പ്രേംകുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,970 രൂപ, പവന് 95,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 180 രൂപ. ചരമം കേച്ചേരി പെരുമണ്ണ് മേക്കാട്ടുകുളം ജേക്കബ് ഭാര്യ അന്ന നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം എരനല്ലൂർ കൊന്തമാതാവിൻ പള്ളി സെമിത്തേരിയിൽ നടത്തി. ജോൺസൺ, ജാൻസി, ഷൈനി, ഷിജു എന്നിവർ മക്കളാണ്. കേച്ചേരി കറുപ്പം വീട്ടിൽ പരേതനായ നൂറുദ്ദീൻ നോബിൾ ഭാര്യ ഫാത്തിമ നിര്യാതയായി. ഖബറടക്കം പട്ടിക്കര ഖബർസ്ഥാനിൽ നടത്തി. പരേതനായ ആഷിഖ്, ശൈലേഷ്, റെജി, അജി, രഹ്ന എന്നിവർ മക്കളാണ്. തെക്കേപ്പുറം പട്ടണത്ത് വീട്ടിൽ പരേതനായ ബാബു മകൻ രാജീവ് നിര്യാതനായി. 42 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ലളിത മാതാവും രചന സഹോദരിയുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് രാജിവെച്ചു. CPIM-ൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിലാണ് രാജി. പഞ്ചായത്ത് അംഗത്വവും പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു.
CPIM വികസന വിരുദ്ധരെന്ന ജിയോ ഫോക്സ്. പാർട്ടിയിൽ നിന്നും തികഞ്ഞ അവഗണനയാണ് ഉണ്ടായതെന്നും എളവള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്. പഞ്ചായത്തിന്റെ വികസനം ഇടതുമുന്നണിയുടെ നയപരമായ തീരുമാനത്തിന്റെ മികവാണെന്നും ആരുടെയും വ്യക്തിപരമായ മഹത്വവും നേട്ടവുമല്ലെന്നും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ. ചാവക്കാട് ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് പുന്നയൂർ കുളത്ത് തുടക്കം. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. മേള ബുധനാഴ്ച സമാപിക്കും. രാമരാജാവ് ആക്യക്കാവിന്റെ മണ്ണിൽ പൂരവിസ്മയം തീർക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വീടും റെക്കോർഡ് ഏക്കത്തുക. 13,56,000 രൂപയുടെ ഏക്കത്തിന് കൊങ്ങണൂർ ദേശം പൂരാഘോഷ കമ്മിറ്റിയാണ് അക്കിക്കാവ് പൂരത്തിലേക്ക് രാമനെ എത്തിക്കുന്നത്. പിതൃമോക്ഷ പുണ്യത്തിനായി തുലാമാസ വാവുബലി. ക്ഷേത്രങ്ങളിലും മറ്റ് തർപ്പണ കേന്ദ്രങ്ങളിലുമായി നടന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.